കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ വാൽമീകി ശ്രീരാമ ഭഗവാനോട് പറയണതാണല്ലോ. നമ്മൾ നാമമാഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞല്ലോ. അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അങ്ങയുടെ രാമനാമത്തിൻ്റെ മാഹാത്മ്യം ഒരാൾക്കും വർണ്ണിക്കാൻ സാധിക്കില്ല. ഞാൻ തന്നെ ഒരു കാട്ടാളനായിരുന്ന ഞാൻ തന്നെ ബ്രഹ്മർഷിയായി തീർന്നത് ആ നാമത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് മാത്രമാണല്ലോ എന്ന് പറഞ്ഞു അല്ലേ. അത് നിർത്തിയത് നമ്മളെ 65. അഹം പുരാ കിരാതേഷു കിരാതൈഃ സഹവർദ്ധിത ജന്മമാത്രദ്വിജത്വം മേ ശൂദ്രാചാരരഥഃ സദാ. അഹം പുരാ കിരാതേഷു, ഞാൻ പണ്ട് കാട്ടാളനായിരുന്നു. കാട്ടാളന്മാർ താമസിക്കണ സ്ഥലത്ത് ആയിരുന്നു. പുരാ കിരാതേഷു എന്താ, കാട്ടാളന്മാർ വസിക്കുന്ന സ്ഥലത്ത് കിരാതൈഹി സഹവർദ്ധിത, കിരാതന്മാരോട് കൂടിയാണ് ഞാൻ വളർന്നത്. രാക്ഷസന്മാരോട് കൂടി വളർന്നു, അല്ലെങ്കിൽ കാട്ടുജാതിക്കാരോട് കൂടി വളർന്നു. ജന്മമാത്ര ദ്വിജത്വമേ, ഈ ജന്മത്താൽ മാത്രമുള്ള ഈ ദ്വിജത്വം ബ്രാഹ്മണ്യത്വമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സദാ ശൂദ്രാചാരരഥ, ഞാൻ ശൂദ്രമായിട്ടുള്ള ആചാരങ്ങളിൽ മുഴുകിയ ആളായിരുന്നു. എന്താ പറയണ അറിയോ? ഹേ ശ്രീരാമ, ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാൻ വളരെ കാലം മുമ്പ് കാട്ടാളന്മാർ താമസിക്കുന്ന സ്ഥലത്ത് അവരോട് ചേർന്ന് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. ജനനം കൊണ്ട് മാത്രം ബ്രാഹ്മണൻ അല്ല, ഞാൻ അവരോട് ചേർന്ന് വളർന്നു. ശരിക്ക് ജനനം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു എങ്കിലും ഞാൻ വളരെ കാലം കാട്ടാളന്മാർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെയാണ് വളർന്നത്. ജനനത്താൽ ഞാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജന്മമാത്ര ദ്വിജത്വം എന്ന് പറഞ്ഞു. അതായത് ജനനം കൊണ്ട് ഞാൻ ബ്രാഹ്മണനാണെങ്കിലും ഞാൻ കാട്ടാളന്മാരുടെ കൂടെയാണ് കാട്ടിൽ വളർന്നത്. എനിക്ക് അന്നൊക്കെ കാട്ടാളന്മാർ ചെയ്യണ കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബ്രാഹ്മണർക്ക് ചേരാത്ത തരത്തിലുള്ള എല്ലാ ആചാരങ്ങളും ഞാൻ അവരെപ്പോലെ അനുഷ്ഠിച്ചു വന്നു. ശൂദ്രന്മാരൊക്കെ ചെയ്യാവുന്ന അല്ലെങ്കിൽ നല്ല സാത്വികമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് പറയണേ. അഹം പുരാ കിരാതേഷു കിരാതൈഃ സഹവർദ്ധിത ജന്മമാത്രദ്വിജത്വം മേ ശൂദ്രാചാരരഥഃ സദാ. ശൂദ്രായാം ബഹവഃ പുത്രാ ഉത്പന്നാ മേ ജിതാത്മനഃ തതശ്ചൗരൈശ്ച സംഗമ്യ ചൗരോഹമഭവം പുരാ. അജിതാത്മനഃ മേ, മനസ്സിനെ ഒട്ടും മനസ്സിന് ഒരു സംയമനവും വരാതിരുന്ന എനിക്ക് ശൂദ്ര സ്ത്രീയിൽ, അതായത് കാട്ടാളത്തിൽ തന്നെ ബഹവ പുത്ര ഉത്പന്ന, കുറേ പുത്രന്മാരെ ഞാൻ ഉണ്ടാക്കി. തതഃ, അതിനുശേഷം ചൗരൈഹി സംഗമ്യ, കള്ളന്മാരോടുള്ള സംഗമാണ് എനിക്കുണ്ടായത്, സംസർഗം. അഹം പുരാ ചൗരഃ അഭവൻ, ഞാൻ എന്നിട്ട് കള്ളന്മാർ ചെയ്യണ കക്കലും ഒക്കെ ഞാൻ ചെയ്തു. അതായത് എനിക്ക് ഇന്ദ്രിയ ജയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ദ്രിയ ജയം സിദ്ധിക്കാത്തവനായിരുന്ന എനിക്ക് ഒരു ശൂദ്ര സ്ത്രീയിൽ അനവധി പുത്രന്മാരുണ്ടായി. അവരെ പോറ്റാൻ വേണ്ടിയിട്ട്, അവരെ തീറ്റി പോറ്റാനായിട്ട് ഞാൻ കള്ളന്മാരുടെ കൂടെ കൂടിയിട്ട് ഞാനും ധാരാളം കളവ് ചെയ്ത് ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ശൂദ്രായാം ബഹവ പുത്ര ഉത്പന്നാ മേ അജിതാത്മനാണ്, മീൻസ് ഇന്ദ്രിയജയം ഇല്ലാത്ത ആള്. തതശ്ചൗരൈശ്ച സംഗമ്യ, ചൗരഹ എന്ന് പറഞ്ഞാൽ ഇതാണ്, കള്ളന്മാരാണ്. അപ്പം കള്ളന്മാരുടെ സംസർഗം കൊണ്ട് ചൗരോഹമഭവം പുര, കുടുംബത്തിനെ പുലർത്താൻ ഞാനും കളവ് ചെയ്തു എന്ന്.
ധനുർബാണധരോ നിത്യം ജീവാനാമന്തകോപമ ഏകദാ മുനയ സപ്തദൃഷ്ടാ മഹതി കാനനേ. നിത്യം ധനുർബാണധര, എപ്പോഴും വില്ലും അമ്പും ധരിച്ചിട്ട് ജീവാനാം അന്തകോപമ, പ്രാണികളുടെ അന്തകനായും കൊണ്ട്, അതായത് നായാട്ടാണ്, എല്ലാറ്റിനെയും കൊല്ലുക, എന്നിട്ട് അതിനെ വെച്ച് തിന്നുക, ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കും, ഭാര്യ കുക്ക് ചെയ്ത് കഴിക്കുക. അങ്ങനെ എപ്പോഴും വില്ലും അമ്പും കയ്യിൽ പിടിച്ചിട്ട് പിന്നെ ജീവാനാം അന്തകോപമാണ്, അതായത് പ്രാണികളുടെ കാലനായിക്കൊണ്ട് ഏകദാ മഹതി കാനനെ, ഒരിക്കൽ ഞാൻ ആ വനത്തിൽ നടക്കുമ്പോൾ സപ്തമുനയ ദൃഷ്ടാഹ, 7 മുനിമാർ അവിടെ എത്തി എൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആ കാട്ടിലെത്തി. അപ്പോൾ ഇതുപോലെ ഞാൻ വില്ലും അമ്പും ധരിച്ച് ഈ പ്രാണികളുടെ മുഴുവൻ കാലനായും കൊണ്ട് അവരെ കൊന്നു നടക്കണ സമയത്ത് ഒരിക്കൽ ആ കാട്ടിൽ വെച്ചിട്ട് തന്നെ 7 മുനിമാർ, സപ്തർഷികൾ അവിടെ എത്തിപ്പെട്ടു. ധനുർബാണധരോ നിത്യം ജീവാനാമന്തകോപമ ഏകദാ മുനയ സപ്തദൃഷ്ടാ മഹതി കാനനേ. ഇനി 2 ശ്ലോകം, 68ഉം 69ഉം. സാക്ഷാന്മയാ പ്രകാശന്തോ ജ്വലനാർക്കസമപ്രഭാ താനന്വധാവം ലോഭേന തേഷാം സർവപരിച്ഛദാൻ ഗ്രഹീതു കാമസ്തത്രാഹം തിഷ്ഠതിഷ്ഠേതി ചാബ്രുവം ദൃഷ്ട്വാ മാം മുനയോ പൃച്ഛൻ കിമായാസി ദ്വിജാധമാ. ജലനാർക്കസമപ്രഭാഹ, അതായത് ജലം, അർക്കൻ എന്നിവയ്ക്ക് തുല്യമായിട്ടുള്ള, ജലനം, അർക്കൻ, ജലനാർക്കം, ജലല്ല കേട്ടോ, ജലനാർക്കം, അതായത് ജലനം അഗ്നിക്കും സൂര്യനും ജലനാർക്ക, അതാണ് സമപ്രഭ. അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭയ്ക്ക് തുല്യമായ പ്രഭയോടുകൂടിയ അവർ, ആ സപ്തർഷികളെ, പ്രകാശന്തഃ, അങ്ങേയറ്റം പ്രകാശിക്കുന്നവരായിട്ട്, മയാ സാക്ഷാൽ ദൃഷ്ട, എന്നെ കണ്ടു. അവരന്ന് പ്രകാശിച്ചിട്ട് എന്നെ അവർ കണ്ടു, എന്നെ സാക്ഷാൽ ദൃഷ്ട, എന്നെ നേരിട്ട് കണ്ടു. ലോഭേന, ഞാൻ ഈ ഗ്രീഡുകൊണ്ട്, അതായത് എനിക്ക് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട്, തേഷാം സർവപരിച്ഛിതാൻ ഗൃഹീതു കാമ, അവരുടെ കയ്യിലുള്ള എൻ്റെ ഗ്രീഡ് കാരണം, എൻ്റെ ഈ ലോഭം കാരണം, അതായത് എത്ര കിട്ടിയാലും പോരാ, ആ ഒരു ലോഭം കാരണം അല്ലെങ്കിൽ ഗ്രീഡ് കാരണം ഞാൻ അവരുടെ കയ്യിലുള്ള സർവ്വസാധനങ്ങളെയും, അതാണ് പിന്നെ സർവപരിച്ഛദാൻ ഗ്രഹീതു കാമ, അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളെയും പിടിച്ചു പറിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട് താൻ അന്വധാവം, അവരുടെ പിന്നാലെ ഞാൻ ഓടിപ്പോയി. തത്ര തിഷ്ഠതിഷ്ഠ ഇതീച്ച അഹം താൻ അബ്രുവം, അവിടെ നിൽക്കൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരെ തട്ടിപ്പറിക്കാനാണ് കയ്യിലുള്ളതേ. മാം ദൃഷ്ട്വ, എന്നെ കണ്ടിട്ട്, ദ്വിജാധമാ കിം ആയാസി ഇതി മുനയ അപൃച്ഛൻ, ഹേ അധമ, ബ്രാഹ്മണാധമ, എന്തിനായിട്ടാണ് നീ ഞങ്ങളെ പിന്നാലെ വരണ ചോദിച്ചു അവർ. ശരിക്കും ജന്മനാൽ, ഇപ്പം ഇതനുസരിച്ചിട്ട് ഞാൻ ധരിച്ചിട്ടില്ല കേട്ടോ, അത് ജന്മനാൽ എന്താണ് ഈ നമ്മളെ അധ്യാത്മബ്രാഹ്മണൻ അനുസരിച്ച് ജന്മനാൽ ബ്രാഹ്മണനാണ്. പക്ഷെ പിന്നെ കാട്ടാളന്മാരുടെ കൂടി കാട്ടാള സ്വഭാവമായി എന്നാണ് അപ്പോൾ ഇതിൽ പറയണത്. ഞാനങ്ങനെ ധരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിളിക്കണത് ഈ സപ്തർഷികളെ ബ്രാഹ്മണാധമാന്നാണ് വിളിക്കണത്, ബ്രാഹ്മണനിൽ അധമനായിട്ടുള്ളവനെ എന്ന്. എന്തിനാ ഞങ്ങളെ പിന്നാലെ വരണ ചോദിച്ചു. ദ്വിജാധമാ കിം ആയാസി ഇതി മുനയഹ അപൃച്ഛൻ, മുനികളെ ചോദിച്ചു എന്ന്, എന്തിനാ ബ്രാഹ്മണാധമ ഞങ്ങളെ പിന്തുടരണ ചോദിച്ചു. അതായത് അവർക്ക് അത്ര തേജസ്സുണ്ട്, ജ്വലിക്കണ അഗ്നി പോലെയും കത്തി നിൽക്കണ സൂര്യനെ പോലെയും പ്രകാശിക്കുന്ന ആ സപ്തർഷികളെ ഞാൻ എൻ്റെ ആദ്യാഗ്രഹം കാരണം അവരുടെ സർവ്വസാധനങ്ങളും പിടിച്ചു പറിക്കാനായിട്ട് അവരുടെ പിന്നാലെ ഞാൻ ഓടി. അപ്പോൾ അവരോട് എന്നിട്ട് അവിടെ നിൽക്കൂ പറയും ചെയ്തു ഞാൻ. ആ സമയത്ത് അവർ പറഞ്ഞു, ബ്രാഹ്മണാധമ, ദുഷ്ടനായിട്ടുള്ള ബ്രാഹ്മണ, എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വരണമെന്ന് അവർ ചോദിച്ചു എന്നാണ് കേട്ടോ. അപ്പോൾ 68-59 വായിക്കാം. സാക്ഷാൻ മയാ പ്രകാശന്തോ ജ്വലനാർക്കസമപ്രഭാ
താൻ അന്വഥാവം ലോഭേന തേഷാം സർവപരിച്ഛദാൻ ഗ്രഹീതു കാമസ്തത്രാഹം തിഷ്ഠ തിഷ്ഠേതി ചാഭ്രുവം ദൃഷ്ട്വാ മാം മുനയോ പൃച്ഛൻ കിമായാസി ദ്വിജാധമാം. ഇനി നമുക്ക് 70. അഹം താൻ അബ്രുവം കിഞ്ചിദാദാതും മുനിസത്തമാ പുത്രധാരാദയഃ സന്തി ബഹവോ മേ ബുഭൂക്ഷിതാഃ. ബുഭൂക്ഷിതാഃ അതായത് അങ്ങേയറ്റം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പുത്രധാരാദയ പുത്രന്മാരും ഭാര്യ മുതലായവർ ബഹവഹ മേ സന്തി. നീ എന്തിനാ എൻ്റെ പിന്നാലെ ഞങ്ങളുടെ പിന്നാലെ വരണ ചോദിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു വിശപ്പ് അനുഭവിച്ചും കൊണ്ടിരിക്കണ പുത്രന്മാരും ഭാര്യയും ബഹവ മേ സന്ധി, കുറേ ഭാര്യയുണ്ട്, കുറേ പുത്രന്മാരും എനിക്കുണ്ട്. വിശന്ന് വരഞ്ഞ് ഇരിക്കണ വിശപ്പ് അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയും കുറേ മക്കളും എനിക്കുണ്ട്. ബഹവഹ എന്ന് പറഞ്ഞു അല്ലേ, കുറേ ഉണ്ടെന്ന്. മേ സന്ധി. മുനിസത്തമാ, ഹേ മുനിശ്രേഷ്ഠന്മാരെ വിളിക്കുകയാണ്. മുനിസത്തമന്മാരെ, കിഞ്ചിത് ആദാതും, പിന്നെ ഞാൻ അല്പം ഞാൻ കൊണ്ടുവരുന്നു എന്ന് അഹം താൻ അബ്രുവൻ, ഞാൻ അവരോട് വേഗം പോയി കുറച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് വരണത്. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ പിടിച്ച് പറിച്ച് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് വിശന്നിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. എനിക്ക് ഭാര്യയുണ്ട്, കുറച്ച് കുട്ടികളും ഉണ്ട്, അവരൊക്കെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ് അവിടെ. അപ്പം നിങ്ങളിൽ നിന്ന് വല്ലതും പിടിച്ച് പറിക്കാനാണ് ഞാൻ പിന്നാലെ വരുന്നത് എന്ന് അവരോട് പറഞ്ഞു. ഞാൻ ഇതാ പോണു സപ്തർഷികൾ, അവരുടെ കയ്യിൽ എന്തൊക്കെ കാണാണ്ട്. അവരുടെ കയ്യിലൊന്നുമില്ല, അവർ സപ്തർഷികളല്ലേ. പക്ഷേ എന്തെങ്കിലും ചെറിയ ഭാണ്ഡം എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, ആ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആ പാത്രം എടുക്കാനോ, എന്തായാലും ആരാന്ന് മനസ്സിലാവാതെയാണല്ലോ അവരെ പിടിച്ച് പറിച്ചിട്ട് ഞാൻ ഇപ്പോൾ വേഗം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുകയാണ്. അഹം താൻ അബ്രുവം കിഞ്ചിദാദാതും മുനിസത്തമാ പുത്രധാരാദയഃ സന്തി ബഹവോ മേ ബുഭൂക്ഷിതാഃ. 71, 72, 73, 74 ഒന്നിച്ചാണ്. തേഷാം സംരക്ഷണാർത്ഥായ ചരാമി ഗിരികാനനെ തതോ മാമൂചുരവ്യഗ്രാ പൃച്ഛഗത്വാ കുടുംബകം യോ യോ മയാ പ്രതിദിനം ക്രിയത്തെ പാപസഞ്ചയ യൂയം തദ്ഭാഗിന കിം വാ നേതി വേദി പൃഥക് പൃഥക് വയം സ്ഥാസ്യാമഹേ താവദാഗമിഷ്യസി നിശ്ചയ തഥേത്യുക്ത്വാ ഗൃഹം ഗത്വാ മുനിഭിര്യദുദീരിതം അപൃച്ഛം പുത്രധാരാദിം സ്ഥൈരുക്തോഹം രഘൂത്തമാ പാപം തവൈവ തൽസർവം വയം ദുഫലഭാഗിനഃ. അപ്പോൾ അവരോട് വിസ്തരിച്ച് എന്താണ് പറയാണ്. എന്താണ് ഈ കാട്ടാളൻ അല്ലെങ്കിൽ കാട്ടാളനായിട്ടുള്ള ഈ പറയുക ആരാണ്? കാട്ടാളനായിട്ടുള്ള വാൽമീകി. അപ്പോൾ പറയാണ് ആരോട്? എന്താണ് ആ സപ്തർഷികളോട് പറയണതാണ്. അപ്പം ഈ 4 ശ്ലോകം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. തേഷാം സംരക്ഷണാർത്ഥായ, അവരുടെ സംരക്ഷണത്തിനായിക്കൊണ്ട്, ആരുടെ? ഈ കുടുംബാംഗങ്ങളുടെ. ഗിരികാനനെ ചരാമി, ഞാൻ ഈ കാട്ടിൽ സഞ്ചരിക്കണത് അതിനാണ്. തതഃ അവ്യഗ്രാഹ മാം ഊജു, അതിനുശേഷം നല്ല എന്താണ് പതുക്കെ നല്ല സമാധാനമായിട്ട് എന്നോട് പറഞ്ഞു. ഗത്വാ കുടുംബകം പൃച്ഛ, എന്നാൽ ഒരു കാര്യം ചെയ്യുക, നീ പറഞ്ഞല്ലോ നിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ ഈ കളവൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. എന്നാൽ അപ്പം അവരിങ്ങോട്ട് പറഞ്ഞു, വളരെ നല്ല ശാന്തമായിട്ട് സാവധാനത്തിൽ പറഞ്ഞു. അതാണ് തഥാ അവ്യഗ്രാഹ മാം ഊച്ചു, ശാന്തമായിട്ട് എന്നോട് എന്താ പറഞ്ഞ, അതായത് ഈ കാട്ടാളിനോട് എന്താ പറഞ്ഞ? ഗത്വാ കുടുംബകം പൃച്ഛ, കുടുംബത്തിൽ പോയി ചോദിക്കൂ നീയെ. എന്താ? പ്രതിദിനം മയ യഹ പാപസഞ്ചയ ക്രിയതേ, ദിവസം തോറും ഞാൻ അവരോട് ചോദിക്കുക, ഭാര്യയോടും കുട്ടിയോടും ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? ഈ എല്ലാ ദിവസവും ഞാനിങ്ങനെ, പ്രതിദിനം എന്ന് പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഞാനിങ്ങനെ അനവധി പാപം ചെയ്യുന്നു നിങ്ങളെ പോറ്റാനായിട്ട്.
യൂയം തദ് ഭാഗിനഃ കിം വാ ന വാ ഇതി പൃഥക് പൃഥക്. നിങ്ങൾ എൻ്റെ ഈ പാപത്തിൽ പങ്കുകൊള്ളുമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്, ഞാനാണ് ചെയ്യണത്. പക്ഷെ ഞാൻ നിങ്ങളെയും കൂടി നിങ്ങളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം നൽകാനോ ഞാൻ ചെയ്യണം. അപ്പം നിങ്ങൾ എൻ്റെ പാപത്തിൽ, ഞാൻ ചെയ്യണത് പാപമാണ്, ആ പാപത്തിൽ നിങ്ങൾ പങ്കുകൊള്ളുമോ അതോ ഇല്ലേ ചോദിച്ചു. ആഗമഷ്യസി താവത് വയം സ്ഥ്യാസ്യാമഹേ നിശ്ചയഃ. വരുന്നവരെ ഞങ്ങൾ നിൽക്കാം. നിശ്ചയം തഥാ ഇതി ഉക്ത്വ. വേഗം പോയി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട്, നിശ്ചയം തഥാ ഇതി ഉക്ത്വ, അപ്രകാരം എന്ന് പറഞ്ഞിട്ട്, അല്ല പോയി ചോദിച്ചു വരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അതോ പിന്നെ ഈ മഹർഷിമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പോൾ ഈ കുട്ടി അവരെ സംരക്ഷിക്കാനാണ് ഈ കളവ് ചെയ്യണ പറഞ്ഞല്ലോ, എന്നാൽ വീട്ടിൽ പോയി ചോദിക്കൂ അവരോട്, എന്താ ഞാൻ ചെയ്യണ ഈ പാപത്തിന് നിങ്ങൾ പങ്കാളികളാവാൻ തയ്യാറാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നീ അത് ചോദിച്ചു വരണ വരെ ഇവിടെ നിൽക്കാം, വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അവർ. അതാണ് പറഞ്ഞത്, ആഗമഷ്യസി താവത് വയം സ്ഥാസ്യാമഹേ നിശ്ചയം. നീ തിരിച്ചു വരണ വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. നിശ്ചയം തഥാ ഇതി ഉക്ത്വ, ശരിയെന്ന് പറഞ്ഞിട്ട്, ഓക്കെ പറഞ്ഞിട്ട്, ഗൃഹം ഗത്വ, വേഗം സ്വന്തം ഗൃഹത്തിൽ പോയി ഭാര്യയുടെയും കുട്ടികളുടെ അടുത്ത് പോയി. മുനിഭിഹിയ ദുദീരിതം, മുനിമാരാൽ എന്താണ് ചോദിക്കാൻ പറഞ്ഞു വെച്ചാൽ അതിനെ പുത്രധാരാദീൻ അപൃച്ഛ, ഭാര്യയോടും കുട്ടികളോടും ചോദിച്ചു. തത്സർവം പാപം തവ ഏവ. അപ്പം എന്താ അവർ പറഞ്ഞത്? തത്സർവം പാപം തവ ഏവ, ആ പാപം മുഴുവൻ നിനക്ക് മാത്രം. ഞങ്ങൾ പറഞ്ഞോ കളവ് ചെയ്തിട്ട് വേണം ഞങ്ങളെ പോറ്റാൻ? ഇല്ല, നീയ് ആ കളവ് ചെയ്യണ വഴി തിരഞ്ഞെടുത്തു, ഞങ്ങളുടെ കുറ്റല്ല. ശരി, ഞങ്ങളെ പോറ്റാനാണ്, ഞങ്ങൾ ഇന്ന തരത്തിലുള്ള പണി ചെയ്തിട്ട് ഞങ്ങളെ പോറ്റണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ല, എന്നാൽ ആ വഴിയിൽ പോണ വഴിയാത്രക്കാരൊക്കെ പിടിച്ച് പറിച്ച് ഞങ്ങളൊക്കെ പോറ്റു എന്ന് ഞങ്ങളെ പറഞ്ഞില്ല. നീ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് ഈ വഴി. എളുപ്പമാണല്ലോ, ഹാർഡ് വർക്ക് ചെയ്യൊന്നും വേണ്ട, അത്ര കഷ്ടപ്പെടാതെ വല്ലവരെയൊന്നും പിടിച്ച് പറിക്കണ വഴി എളുപ്പമാണെന്ന് വിചാരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയാണ്. അതിൻ്റെ പാപം നിങ്ങൾ തന്നെ അനുഭവിക്കും. അത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതാ. തത്സർവം പാപം തവ ഏവ, അവനവൻ ചെയ്യണ പാപം അവനവൻ തന്നെയാണ്. അതാണല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ, അല്ലേ? വയം തു ഫലഭാഗിന, ഞങ്ങളാകട്ടെ അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ രഘുത്തമ തൈഹി അഹം മുക്ത, രഘുശ്രേഷ്ഠ അവരാൽ ഞാൻ പറയപ്പെട്ടു. ശ്രീരാമനോട് പറയാണല്ലോ പണ്ടത്തെ കഥ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മഹർഷിമാരെ എന്നോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു, എൻ്റെ പാവ അവർ പങ്കിടുമെന്ന്. ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്ത പാകം നിങ്ങൾക്ക്, അതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കേണ്ട. പക്ഷെ ഞങ്ങൾ ഇന്ന വിധത്തിൽ പോയി ഞങ്ങളെ പോറ്റണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയാണ് ആ പാപ വഴി, നിങ്ങൾ തന്നെ അതിൻ്റെ എന്ന് അങ്ങനെ അവരെന്നോട് പറഞ്ഞു. രഘുത്തമ, പാപം മുഴുവൻ നിനക്ക് മാത്രം, അതിന് കിട്ടുന്ന ഫലം ഞങ്ങളും അനുഭവിക്കും, അത്രേ ഉള്ളൂ എന്ന് അവരെന്നോട് മറുപടി പറഞ്ഞു ശ്രീരാമഭഗവാനെ എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഈ പിന്നെ എന്താണ് എഴുത്തച്ഛൻ എന്താ പറയണമെന്നും കൂടി നമുക്ക് നോക്കാം. ഈ ഭാഗത്തെ അവനവൻ്റെ പിന്നെ നമ്മളവിടെ നിർത്തിയല്ലോ. എന്നിട്ട് ഇപ്പം നമ്മൾ ചെയ്ത ഭാഗം നോക്കാം കേട്ടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. അതിലും പറയുന്നു കേട്ടോ, ജന്മമാത്ര ദ്വിജത്വം എന്ന്. ജനനാൽ ദ്വിജനാണ് വാൽമീകി, പിന്നെ ഇവരുടെ കൂടെ കൂടിയേ ഉള്ളൂ. ഞാൻ അതൊരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത് വായിക്കുമ്പോഴാണ് അങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണത് കേട്ടോ. ജന്മമാത്രദ്വിജത്വം കുറേ പ്രാവശ്യം വായിച്ചതാണ്, എത്രയോ പ്രാവശ്യം വായിച്ചതാണല്ലോ. പിന്നെ എന്താണ് എഴുത്തച്ഛൻ്റെ രാമായണം. ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. കണ്ടില്ലേ, ഞാൻ ജന്മനാൽ ബ്രാഹ്മണനാണെങ്കിലും അതൊക്കെ വെടിഞ്ഞിട്ടേ അജാമിളനെയൊക്കെ പോലെ
ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചെഞ്ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടു കൂടി ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദുജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്നമാർത്താണ്ട തേജസ്വരൂപികൾ. നിർദ്ദയം പ്രാപ്തനം ദുഷ്ടനാമെന്നെയും വിദ്യുതം നിർജ്ജനെ ഘോര മഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. നിങ്ങളെയും തട്ടിപ്പറിക്കാൻ വന്നത് തന്നെയാണ്. ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇവിടെ തന്നെ നിൽക്കാൻ ഞങ്ങളത്. ഇത്തമാകർന്നെ ഞാൻ വീണ്ടുപോയി ചെന്നുമൽ പുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലം ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ? സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാൻ. എന്താ പറഞ്ഞ അവര്? നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? ആ ചെയ്യണ ആൾക്ക് തന്നെയാണ് അതിൻ്റെ പാപം എന്ന് അവർ തീർത്ത് പറഞ്ഞു. ആരാ കർത്താവ് വെച്ചാൽ ചെയ്യണ ആളല്ലേ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതാണ് പറഞ്ഞത്. അപ്പോൾ അതോടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അത് വളരെ ഫേമസ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ച. കാരണം താൻ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് വിനോദം അല്ലേ. അത് അത്രയും അത്ര പ്രസിദ്ധമായിട്ടുള്ള വരികളാണ്. അത് നമ്മളെ എന്നും തന്നെ ഓർമ്മിക്കും വേണം. എന്താ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നേ. അപ്പം നമുക്ക് അതെ, അപ്പോൾ എവിടെയാണ്? അതെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് 75 കൂടി വായിച്ച് നിർത്താം. തത് ശ്രുത്വ. അപ്പം അങ്ങനെ പാപം മുഴുവൻ ഇത് പറഞ്ഞുവല്ലോ, അങ്ങനെ പറഞ്ഞു നിങ്ങളെ. അപ്പം മനസ്സങ്കട് ഭയങ്കരമായിട്ട് മാറ്റം വന്നു ഈ കാട്ടാളനെ, അല്ലെങ്കിൽ കാട്ടാളനെ പോലുള്ള ബ്രാഹ്മണാധമനെ. തത് ശ്രുത്വാ ജാത നിർവേദോ വിചാര്യ പുനരാഗമം മുനയോ യത്ര തിഷ്ഠന്തി കരുണാപൂർണമാനസാഹ. തത് ശ്രുത്വ, അത് കേട്ടിട്ട് ജാത നിർവേദ, ഭയങ്കര പശ്ചാത്താപം തോന്നി. ഞാൻ ഈ ചെയ്യുന്നത് ഞാൻ തന്നെ അനുഭവിക്കണം, അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം വെച്ചാലും വിചാര്യ, അത് ആലോചിച്ചിട്ട് കരുണാപൂർണ മാനസാഹ, കരുണ നിറഞ്ഞ മാനസത്തോടു കൂടിയ മുനയ എത്ര തിഷ്ഠന്തി, മുനികളിരിക്കുന്ന ദിക്കിൽ പുനഃ ആഗമൻ, ഞാൻ മടങ്ങി വന്നു. ഈ ഭാര്യയും മക്കളും ഇത് പറഞ്ഞതാണ് കേട്ടപ്പോൾ അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഞാൻ ചെയ്ത പാപം എനിക്കെന്നെയാണ് എന്നങ്ങോട്ട് മനസ്സിലായപ്പോൾ എനിക്ക് വല്ലാത്ത പശ്ചാത്താപം ഉണ്ടായി. രാമ, ഈ ഭാര്യാപുത്രാദികൾ എനിക്കൊരിക്കലും അവരെ കൊണ്ട് ഉപകാരമില്ല എന്ന് ഞാൻ ഉറച്ചു. എന്നിട്ട് മനസ്സിൽ നല്ല കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന ആ മുനിമാരുടെ അടുത്തേക്ക് ഞാൻ വേഗം മടങ്ങി വന്നു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിരാശയായി.
കാരണം അവരെ ചൊല്ലിയിട്ടാണ് ഈ പാപങ്ങളൊക്കെ ചെയ്തേർന്ന്. അവരതിൻ്റെ ആ പാപങ്ങളുടെ ഫലം തന്നെ അനുഭവിക്കണം. ആരാ കർത്താവ് വെച്ചാൽ അവർക്കുള്ളതാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അവർ ഈ പാപഫലം അനുഭവിക്കാൻ എന്നെ സഹായിക്കില്ല എന്നങ്ങോട്ട് മനസ്സിലായപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. ഞാൻ ചെയ്യണത് ഞാൻ അനുഭവിക്കണു, ഞാൻ ചെയ്യണത് ഞാൻ തന്നെ അനുഭവിക്കണു. ഒരാൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ദയോ കാരുണ്യമൊക്കെ തോന്നിയാലും അത് നമ്മളുടെ അതിൻ്റെ ആ ദുഃഖത്തിനെയോ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ തീക്ഷ്ണതയോ ഒന്നും കുറയ്ക്കില്ല. അത് മനസ്സിലായി. അവനോൻ ചെയ്തത് അവനോൻ തന്നെ അനുഭവിക്കണം എന്നങ്ങോട്ട് മനസ്സിലായപ്പോൾ വേഗം കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഹൃദയത്തോടു കൂടി ആ മുനികളുടെ അടുത്തേക്ക് ഞാൻ വേഗം തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താട്ടോ. തച്ഛ്രുത്വാ ജാതനിർവേദോ വിചാര്യ പുനരാഗമം മുനയോ യത്ര തിഷ്ഠന്തി കരുണാപൂർണമാനസാഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.